ഈ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തുടങ്ങിയതിന് പിന്നാലെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം വളരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം അദാനി വിഷയത്തിൽ അടക്കം വലിയ പ്രതിഷേധം വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനിപ്പോൾ BJP പ്രതിരോധിക്കുന്നതെന്ന് പറഞ്ഞാൽ സോറോസ് വിഷയത്തിൽ സോണിയാഗാന്ധി വരെ കൊണ്ടുവന്നിട്ട്, അതായത് ഒരു ചോദ്യത്തിന് വേറൊരു മറുപടി എന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ പാർലമെന്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ BJP ആഗ്രഹിക്കുന്നില്ലെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. ജോർജ് സോറോസ് വിഷയം ഉന്നയിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് ഭരണപക്ഷം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെ ശക്തമായി എതിർക്കുമെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭരണകക്ഷി അംഗങ്ങൾ തന്നെ സഭ സ്തംഭിപ്പിക്കുന്നത്. ഞങ്ങൾ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് വിഷയവും സഭയിൽ ചർച്ച ചെയ്യട്ടെ. ഇപ്പോൾ ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട വിഷയമാണ് BJP ഉന്നയിക്കുന്നത്. എന്താണ് BJP പറയുന്നത്? അമേരിക്കൻ ഭരണകൂടം, അമേരിക്കൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡീപ് സ്റ്റേറ്റാണ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ കാനഡ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെയൊക്കെ അവിടുന്ന് പുറത്താക്കിയ പോലെ ഇവിടെയുള്ള US എംബസി ഇവിടുന്ന് പുറത്താക്കട്ടെ. ജോർജ് സോറോസ് വിഷയം മാത്രമല്ല, അദാനി, സമ്പൽ, കർഷക പ്രശ്നങ്ങൾ, മണിപ്പൂർ തുടങ്ങി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. എന്നാൽ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ലാത്ത BJP ചർച്ചകൾ വഴിതെറ്റിച്ചു വിടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കർഷക പ്രശ്നമുണ്ട്, സമ്പൽ വിഷയമുണ്ട്, മണിപ്പൂർ വിഷയമുണ്ട്, അദാനി വിഷയമുണ്ട്. ഈ 4 വിഷയങ്ങളിലും ചർച്ച വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ BJPക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് വ്യാജമായി സോറോസ് വിഷയവുമായി BJP വന്നിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കൊണ്ടുവന്നാൽ ശക്തമായി എതിർക്കും. ഫെഡറലിസം തകർക്കുന്നതാണ് ബില്ലെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ചൂണ്ടിക്കാട്ടി. അത് ശക്തമായി എതിർക്കും. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ളതാണ്. യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ഒരു നേതാവ്, ഒരു പ്രത്യയശാസ്ത്രം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഒരു ബില്ലാണ്. കൈരളി ന്യൂസ്, ദില്ലി.